വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആര്യ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൃഷ്ണനൊക്കെ ഇഷ്ടപ്പെട്ട അമ്പലപ്പുഴ പാൽ പായസമാണ്. അപ്പം ഈ പാൽ പായസം ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാൽ പായസം തന്നെയാണ്, ഏറ്റവും ഫേമസ് ആയ പാൽ പായസം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി കിട്ടിയതെന്ന് വെച്ചാൽ അമ്മ ആ വഴിയാണ് എനിക്ക് ഈ റെസിപ്പി കിട്ടിയത്. നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും. പക്ഷേ ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ റെസിപ്പി ട്രൈ ചെയ്യുക. ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിലല്ല, ഉരുളിയിലാണ്. അതുപോലെ തന്നെ അടുപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ള ടേസ്റ്റൊക്കെ അതിന് കിട്ടും. അപ്പോൾ നമ്മൾ അതിലേക്ക് പോവുകയാണ്. നമുക്ക് അമ്പലപ്പുഴ പാൽ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 ലിറ്റർ പാലാണ്. 1.5 ലിറ്റർ പാല്. അപ്പം അതേ അളവിൽ തന്നെയാണ് ഞാനിപ്പം വെള്ളം എടുത്തിരിക്കുന്നത്. 1.5 ലിറ്റർ വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അരിയാണ്. അരി ഞാൻ എടുത്തിരിക്കുന്നത് 100 ഗ്രാമാണ്. പിന്നെ എടുത്തിരിക്കുന്നത് തുളസിയാണ്. പിന്നെ 250 ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് 1 ടേബിൾ സ്പൂൺ ഗീ മതി. അത് എൻ്റെ അമ്മമ്മ ഉണ്ടാക്കിയ വീട്ടിൽ തന്നെ നിർമ്മിച്ച ഗീ ആണിത്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അമ്പലപ്പുഴ പാൽ പായസത്തിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ഓട്ടുള്ളിയൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലവരൊക്കെ കുക്കറിൽ ഉണ്ടാക്കും. പക്ഷേ കുക്കറിൽ ഉണ്ടാക്കിയാൽ ഓട്ടുള്ളിയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഓട്ടുള്ളിയൊക്കെ നമ്മൾ അടുപ്പിൽ ഇങ്ങനെ വെച്ച് ചൂടായിരിക്കുകയാണ് ഇപ്പം ഓട്ടുള്ളി. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 ലിറ്റർ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഉരുളി ചൂടായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത്രയും വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ കുറുകി വരേണ്ട പാൽ എത്രത്തോളം കുറുകി വരണമെന്ന് വെച്ചാൽ എത്രയാണ് നമ്മൾ വെള്ളം ഒഴിച്ചത് അത്രത്തോളം ആ ഒരു ലെവലിലായിട്ട് നമ്മളുടെ പാൽ ഇങ്ങനെ കുറുകി വരണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ പാൽ ഒഴിച്ചു. അങ്ങനെ നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ ഇതേ ജഗ് തന്നെയാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. അപ്പോൾ അതേ മെഷർമെൻറ്റിൽ തന്നെയാണ് ഞാനിവിടെ പാലെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാൽ ഒഴിക്കാം. നമ്മുടെ പാല് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഒഴിച്ചെടുത്ത വെള്ളത്തിൻ്റെ ആ ഒരു ലെവലിൽ ഈ പാൽ ഇങ്ങനെ കുറുകി വന്നതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിങ്ങനെ ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് നമ്മുടെ പാൽ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം അല്ലെങ്കിൽ പാൽ അടിയിൽ പിടിച്ചു പോവും. അതിങ്ങനെ നമ്മൾ ഈ പായസം ഉണ്ടാക്കി കഴിയുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് കുറുകുന്ന ടൈമിൽ ആ ഒരു കുറുകുന്ന ടൈമിൽ കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് നേരത്തെ ഞാൻ അരി എന്ന് പറഞ്ഞത് ഉണക്കലരിയാണ്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അരി. അത് നമുക്ക് ഈ പാലിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മളുടെ ഉണക്കലരീൻ്റെ ക്വാണ്ടിറ്റി ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരണം. അപ്പോൾ നമ്മുടെ അമ്പലപ്പുഴ പാൽ പായസം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ഈ ആവി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ഗീ ഇടേണ്ട ടൈം, നമ്മുടെ നെയ്യ് ഇടേണ്ട ടൈം. അപ്പം നമ്മൾ ഇടുന്നത് ഒരു 2 ടീസ്പൂൺ ഗീ ആണ്. നല്ല മണമുള്ള ഗീ. ഒന്നും രണ്ടും
അപ്പോൾ നമ്മൾ 2 ഇട്ട് നമുക്ക് നല്ലോണം ഇളക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഗീ നമുക്ക് ഈ പാല് അടിയിൽ പിടിക്കാതെ നമുക്ക് കിട്ടും ഈ ഗീ ഇടുന്ന ടൈമിൽ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ നമ്മൾ ഗീ ഇടുന്നത്. ശരിക്കും ഈ അമ്പലപ്പുഴ പായസത്തിന് ഒരു പിങ്കിഷ് കളറാണ്. നമ്മളെ ഈ പാലിങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു പിങ്കിഷ് കളർ കിട്ടും. അപ്പോൾ നമ്മൾ ആ ഗീ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് ചിലവർ 2 ലിറ്റേഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് ഫില്ലായിരിക്കും, നമ്മുടെ ഉള്ളിയൊക്കെ ഫില്ലായിരിക്കും. ആ ടൈമിൽ നമ്മുടെ ഗീ ഇട്ട് കൊടുക്കുമ്പം ഈ മിൽക്ക് സ്പില്ലാവാതെ നോക്കും. അതാണ് വേറൊരു യൂസ്ഫുൾ ഗീനുണ്ട്. അപ്പം നമ്മുടെ പാലിങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണാം ഒരു തിള ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് തിള ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പോഴാണ് നമ്മുടെ അരി ഇടാനുള്ള ഒരു ടൈം. നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വെച്ച് ഡ്രൈഡാക്കി വെച്ച് അരി ഇതാ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇപ്പം നമ്മളൊരു 2 hours ഒക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ ഈ ഒരു ഇത്. ഇനി എടുക്കും നല്ല ടൈം, നമ്മൾ നല്ലോണം ടൈം ഇങ്ങനെ എടുക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു 1.5 hours ഒക്കെ ആയിട്ടുണ്ടാവും ഇതിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും വന്നപ്പോഴത്തേക്കും. അപ്പോൾ നമ്മളിപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി വാങ്ങിയില്ലല്ലോ, അരി ഇട്ട് കൊടുത്തു. അപ്പം അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ശരിക്കും ഈ ഇളക്കലാണ് ഈ ഒരു പായസത്തിൻ്റെ മെയിൻ പ്രോസസ്സ്. ഈ ഇളക്കുന്നതിനും ആ പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടും. കാണാൻ പറ്റുന്നത് നമ്മുടെ അരി ഇങ്ങനെ ആ ഒരു പാലിൻ്റെ ആ ഒരു ലെവലിലേക്ക് ഇങ്ങനെ പൊന്തി വരുന്നതാണ്. ഇതൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. അത് ഈ അരി വെന്തു എന്നുള്ളതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. ഈ ഒരു ടൈമിലാണ് നമുക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇറക്കി കൊടുത്തിട്ട് ഷുഗർ ആഡ് ചെയ്യും. അപ്പോൾ വെന്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അരി. നമുക്കിവിടെ നമ്മുടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ആഡ് ചെയ്യുന്നതിൻ്റെ വെച്ചാൽ ഷുഗർ നമ്മുടെ പാലിനെ ഒന്ന് ലൂസാക്കും. സോ ആ ഒരു മധുരവും കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ പാലും ലൂസാക്കും. നമ്മളിവിടെ എടുത്ത് 250 gram ഷുഗറാണ് നമ്മളത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം ഇളക്കണം. അടി ചേർത്ത് ഇളക്കണം. അതുപോലെ തന്നെ നമ്മുടെ സൈഡിലേക്ക് ഇങ്ങനെ ഉണ്ടാവും, അതൊക്കെ ഇങ്ങനെ എടുത്തു വരണം. നമ്മളിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും,
അതിങ്ങനെ എടുത്തു കൊണ്ടുവരും. നമുക്ക് കാണാം നമ്മുടെ പാലിങ്ങനെ ലൂസായി. ഇപ്പം നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ പാലിങ്ങനെ ലൂസാണ് നമുക്ക് കാണാം. കണ്ടില്ലേ, പാല് ലൂസായിട്ടുണ്ട്. ഇതാ നമ്മൾ ഈ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല ആവിയാണ് ഇങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ തീയും നല്ല ചൂടിലാണ്. നമുക്കിവിടെ തീ സിമ്മിലൊന്നും ആക്കാനാവില്ല, കാരണം നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ നമുക്ക് സിമ്മിലോ അല്ലെങ്കിൽ ഹൈയിലോ ഒന്നും ആക്കാൻ കഴിയില്ല. ഇനി നമുക്ക് ആകെ ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ തുളസി ഇട്ട് കൊടുക്കാമെന്നാണ്. അതിനായിട്ടില്ല, നല്ലോണം ആവണം. പിന്നെ നമ്മുടെ അമ്പലപ്പുഴ പായസത്തിൻ്റെ എന്താണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ പിങ്ക് കളറാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കളറ് ഏകദേശം ആ ഒരു മിൽക്കി വൈറ്റിൽ നിന്ന് കുറച്ചൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പാലിൻ്റെ കളറ്. ഇപ്പോൾ നമ്മൾ ഇട്ട പാലിൻ്റെ ആ ഒരു കളറല്ല ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ട് ഇനി ഈ ഒരു പാലിങ്ങനെ സെറ്റായി വരുമ്പോഴത്തേന് നമ്മുടെ ഈ പായസം ഏകദേശം ഒരു പിങ്ക് കളറൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ അമ്പലപ്പുഴ പായസം ഇതാ റെഡിയായി. ഇനി നമുക്ക് ഈ ആവിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അരിയൊക്കെ നമ്മുടെ ഈ പാലിൻ്റെ അതേ ലെവലിൽ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്കിവിടെ നമ്മൾ കഴുകി വെച്ച് നമ്മുടെ തുളസീൻ്റെ ഇല ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. അത് ഞാനിപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു വാഴയില വെച്ചിട്ട് നമ്മളത് മൂടാൻ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മളത് പൊന്തിക്കും. അപ്പം നമ്മുടെ ആ തുളസീൻ്റെ മണവും ആ പായസത്തിൻ്റെ ആ തുളസീൻ്റെ ആ ഒരു മിക്സായിട്ടുള്ള സ്മെല്ലൊക്കെ ഇങ്ങനെ വരും. അങ്ങനെ നമ്മുടെ തുളസി ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അണയ്ക്കാം. എന്നിട്ട് നമുക്കിത് കൃഷ്ണന് കൊണ്ടുപോയി വെക്കാം. അങ്ങനെ നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് തന്നെ കൃഷ്ണനാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു ഇതിലാക്കാം. അങ്ങനെ നമുക്ക് ഇത് കൊടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ പായസം കൃഷ്ണന് കൊണ്ട് കൊടുത്തു. ഇനി ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുത്തശ്ശിക്കാണ് കൊടുക്കുന്നത്. നമ്മൾ ഒരു ഗ്ലാസ്സിൽ
അപ്പോൾ സൂപ്പറാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്ന് പിടിച്ചു നോക്കണ്ടേ? സ്വയം പുഴുത്താന്ന് വിചാരിക്കരുത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ തുളസീൻ്റെ ആ ഒരു നീരൊക്കെ, ആ നീരിൻ്റെ ആ ഒരു എന്താ പറയുക ടേസ്റ്റൊക്കെ ഇതിൻ്റെ അകത്ത് നല്ലോണം ചേർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്നുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ് ഫ്രം മീ ആര്യ.